ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ടി20 ഓൾറൗണ്ടർമാരുടെ പട്ടികയെടുത്താൽ അതിൽ തലപ്പത്തുള്ള പേരുകളിലൊന്ന് ഹർദിക് പാണ്ഡ്യ എന്നാവും. പന്തുകൊണ്ടും ബാറ്റുകൊണ്ടും ഫീൽഡിംഗ് കൊണ്ടും മത്സരത്തിന്റെ ഗതി മാറ്റാൻ കഴിവുള്ളവൻ. ഇത്തവണ IPLൽ മുംബൈ ഇന്ത്യൻസ് ഇറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ പാളിപ്പോയിടത്ത് ഇത്തവണ എല്ലാം തിരിച്ചു പിടിക്കാമെന്ന മോഹം 5 തവണ ചാമ്പ്യന്മാർക്കുണ്ടായിരുന്നു. മിനി താരലേലത്തിൽ അവസാന സീസണിൽ സംഭവിച്ച പിഴവുകൾ നികത്തിയപ്പോൾ ടീമിന്റെ ആത്മവിശ്വാസം ഉയർന്നു. ഇത്തവണ ഹർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ 6ാം കിരീടമെന്ന സ്വപ്ന നേട്ടത്തിലേക്ക് എത്താമെന്നാണ് മുംബൈ ഇന്ത്യൻസ് ടീം മാനേജ്മെന്റ് കണക്കൂട്ടിയിരുന്നത്. പതിവിലും വ്യത്യസ്തമായി തോറ്റു തുടങ്ങുന്ന മുംബൈ ഇന്ത്യൻസ് ഇത്തവണ ജയിച്ചു തുടങ്ങി. ഇതോടെ ആരാധകരുടെ പ്രതീക്ഷയും വാനോളമായി. മുംബൈ പുതിയൊരു ചരിത്രത്തിലേക്ക് കാൽവെപ്പ് നടത്തുകയാണെന്ന് ആരാധകർ പ്രതീക്ഷിച്ചു. പക്ഷേ കാത്തിരുന്നതുപോലെയായില്ല കാര്യങ്ങൾ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ആദ്യ മത്സരത്തിൽ തോൽപ്പിച്ച മുംബൈക്ക് പിന്നീട് തൊട്ടതെല്ലാം പിഴച്ചു. ഇപ്പോൾ പഞ്ചാബിനെതിരായ തോൽവിയടക്കം 4 മത്സരത്തിലും തോറ്റ് വെറും 2 പോയിന്റോടെ 9ാം സ്ഥാനക്കാരായിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. മുംബൈ ഇന്ത്യൻസിന്റെ തുടർ തോൽവികളിൽ ആരാധകരും ടീം മാനേജ്മെന്റും ഒരുപോലെ നിരാശരാകവേ ഹർദിക് പാണ്ഡ്യയ്ക്ക് നേരെ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ഹർദിക് പാണ്ഡ്യയുടെ ഒറ്റയാൾ തീരുമാനങ്ങളും ടീമിലെ ഏകാധിപത്യവും വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുന്നു. മുംബൈ ഇന്ത്യൻസിൽ ഹർദിക് പാണ്ഡ്യയുടെ തീരുമാനങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ മറ്റ് താരങ്ങളുടെ മേൽ സർവാധിപത്യം സ്ഥാപിക്കാൻ ഹർദിക് ശ്രമിക്കുന്നു. അഹങ്കാരിയായ ക്യാപ്റ്റൻ, ഇങ്ങനെ പല വിശേഷണങ്ങളും ആരാധകരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഹർദിക്കിനെതിരെ ഉയരുകയാണ്. ഇതിന്റെ നേർക്കാഴ്ച എന്നോളമാണ് ഇപ്പോൾ പഞ്ചാബിനെതിരായ മത്സരത്തിനിടെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് മുംബൈ ഇന്ത്യൻസിന്റെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയും ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയും തമ്മിലുണ്ടായ ഒരു അഭിപ്രായ ഭിന്നതയാണ്. ശ്രേയസ് അയ്യർ ക്രീസിൽ നിൽക്കുമ്പോൾ പന്തെറിയാനായി ബുംറ എത്തുന്നു. ശ്രേയസ് ഷോർട്ട് ബോളിൽ ചെറിയ ദൗർബല്യമുള്ള താരമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അനുഭവസമ്പന്നനായ പേസർ എന്ന നിലയിൽ ബുംറയുടെ പ്ലാൻ സ്ലോ ഷോർട്ട് ബോൾ ആയിരുന്നു. എക്സ്ട്രാ ബൗൺസുള്ള പന്തിൽ പുൾ ഷോട്ടിൽ ശ്രമിക്കുമ്പോൾ ശ്രേയസിനെ ബൗണ്ടറി ലൈനിൽ ക്യാച്ചിലേക്ക് ഒതുക്കാം എന്നായിരുന്നു ബുംറയുടെ കണക്കൂട്ടൽ. ഇതിനനുസരിച്ച് പ്ലാൻ സെറ്റ് ചെയ്യാനായിരുന്നു ക്യാപ്റ്റനായ ഹർദിക് പാണ്ഡ്യയോട് ബുംറ ആവശ്യപ്പെട്ടത്. എന്നാൽ ഹർദിക് ആവട്ടെ മറ്റൊരു പ്ലാനുമാണ് ബുംറയ്ക്ക് മുന്നിൽ വെച്ചത്. താങ്കളിപ്പോൾ ഷോർട്ട് ബോൾ എറിയണ്ട, പകരം യോർക്കറുകൾ എറിയാനാണ് ഹർദിക് പാണ്ഡ്യ നിർദ്ദേശിച്ചത്. ഇതിന്റെ ഭാഗമായുള്ള ഫീൽഡിംഗ് ആണ് അദ്ദേഹം സെറ്റ് ചെയ്തു കൊടുത്തത്. ഇതിന്റെ നിരാശ ബുംറയുടെ മുഖത്ത് കൃത്യമായി കാണുകയും ബുംറ അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. മുംബൈ ടീമിനുള്ളിൽ താരങ്ങൾ തമ്മിൽ വലിയ ആത്മബന്ധത്തിലല്ല എന്ന് വ്യക്തമാക്കുന്ന സംഭവമായിട്ടാണ് ഇത് ഇപ്പോൾ ചർച്ചയാക്കപ്പെടുന്നത്. ബുംറ ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പേസറാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പലതവണ മുംബൈയെ ഒറ്റയ്ക്ക് വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ബൗളറാണ് ബുംറ. എന്നിട്ടും ബുംറയുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ ഹർദിക് പാണ്ഡ്യ തൻ്റെ നിലപാടുകൾ മാത്രം ശരിയെന്ന ധാർഷ്ട്യത്തോടെ മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ വീഡിയോ ഇതിനോടകം വൈറലാകുകയും വലിയ ചർച്ചകൾക്ക് വഴിതുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഹർദിക് പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസിനെ കിരീടം ചൂടിച്ച ക്യാപ്റ്റനാണ്. അതുകൊണ്ടാണ് രണ്ടാമത് മുംബൈ ഹർദിക്കിനെ തിരിച്ചെത്തിച്ചതും ക്യാപ്റ്റൻ സ്ഥാനം നൽകിയതും. രോഹിത് ശർമ്മയെ ഒഴിവാക്കി ഹർദിക്കിന് ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്തപ്പോൾ തന്നെ വലിയ വിമർശനം ഉയർന്നതാണ്. അന്നേ ടീമിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് ആരാധകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാതിരുന്ന മുംബൈ മാനേജ്മെന്റ് ഇപ്പോൾ അത് തിരിച്ചറിയുന്നുണ്ടാവും. ഹർദിക്കിന് കീഴിൽ മുംബൈക്ക് ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥ. കടലാസ് കണക്കുകളിൽ മുംബൈ ഇന്ത്യൻസ് ചാമ്പ്യന്മാരുടെ നിരയാണ്. ഏത് താരത്തെ എടുത്താലും എല്ലാവരുടെയും കണക്കുകൾ ഒന്നിനൊന്നിനും മെച്ചം. പക്ഷേ ഇതൊന്നും കളത്തിൽ കാണിക്കാൻ മുംബൈക്ക് ഇത്തവണ സാധിക്കുന്നില്ല എന്നതാണ് ടീമിനെ വേട്ടയാടുന്ന പ്രശ്നം. രോഹിത് ശർമ്മ പഞ്ചാബിനെതിരെ കളിച്ചിരുന്നില്ല. പരിക്കിനെ തുടർന്ന് അദ്ദേഹത്തിന് വിശ്രമം അനുവദിക്കുകയായിരുന്നു. അടുത്ത മത്സരത്തിൽ രോഹിത് ശർമ്മ തിരിച്ചു വന്നാലും മുംബൈക്ക് ശക്തമായി തിരിച്ചെത്താൻ സാധിക്കുമെന്ന യാതൊരു പ്രതീക്ഷയുമില്ല. ബാറ്റിംഗ് നിര ശരാശരി ആയി നിൽക്കുമ്പോഴും ബൗളിംഗ് നിരയുടെ പ്രകടനമാണ് തീർത്തും നിരാശപ്പെടുത്തുന്നത്. ട്രെന്റ് ബോൾട്ടും ദീപക് ചഹാറും ജസ്പ്രീത് ബുംറയും എല്ലാം പേരുകേട്ട താരങ്ങളാണെങ്കിലും ഇവർക്കൊന്നും കാര്യമായി ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ സാധിക്കാത്തത് മുംബൈയെ പിന്നോട്ടടിക്കുന്നു. ഇനി മുംബൈക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. 5 മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോൾ 2 പോയിന്റോടെ 9ാം സ്ഥാനത്താണ് മുംബൈ ഉള്ളത്. 9 മത്സരങ്ങൾ ശേഷിക്കെ 8 ജയങ്ങളെങ്കിലും നേടിയാലേ നേരിയ പ്രതീക്ഷയെങ്കിലും മുംബൈക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. കാരണം 18 പോയിന്റെങ്കിലും ഇല്ലാതെ നിലവിലെ സാഹചര്യത്തിൽ പ്ലേ ഓഫിന്റെ സീറ്റ് നേടുക എന്നത് അസംഭവ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുംബൈ ശ്രമിക്കേണ്ടത് ഇനിയുള്ള 9 മത്സരങ്ങളിൽ 8 മത്സരത്തിലെങ്കിലും ജയിക്കുക എന്നതാണ്. അത് നിലവിലെ ഫോം പരിഗണിക്കുമ്പോൾ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് വസ്തുത. ഇനി ഹർദിക്കിന്റെ ക്യാപ്റ്റൻസിയുടെ പോരായ്മകൾ വലിയ ചർച്ചയ്ക്ക്
വഴി തുറന്നിരിക്കുകയാണ്. അതായത് ഹർദിക്ക് ബൗളർമാരെ ഉപയോഗിക്കുന്ന രീതി, ഫീൽഡിംഗ് വിന്യാസം, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എല്ലാം വലിയ വിമർശനത്തിന് കാരണമായി തീരുന്നു. ബുംറയെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല, ബൗളർമാർക്ക് വേണ്ട പിന്തുണ നൽകുന്നില്ല, ഗ്രൗണ്ടിനുള്ളിൽ സഹതാരങ്ങളോട് മോശമായി പെരുമാറുന്നു. ഇത്തരത്തിൽ വലിയ വിമർശനം ടീം മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഹർദിക്കിനെതിരെ ഇപ്പോൾ ആരാധകരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് നടപടിയിലേക്കാണ് മുംബൈ ടീം മാനേജ്മെൻറ്റ് പോകുന്നതെന്നത് കാത്തിരുന്ന് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ പ്രാവശ്യം കൂടി ഹർദിക്കിന് കീഴിൽ മുംബൈക്ക് കിരീടത്തിലേക്ക് എത്താൻ സാധിക്കാത്ത പക്ഷം ചില കടുത്ത തീരുമാനങ്ങൾ മുംബൈയുടെ ടീം മാനേജ്മെൻറ്റ് എടുത്താലും അതിനെ നമുക്ക് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. എന്തായാലും മുംബൈ ടീമിനുള്ളിൽ നിലവിലെ സാഹചര്യത്തിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. ചില പൊട്ടിത്തെറികൾ ടീമിനുള്ളിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത്. മുംബൈയുടെ പ്രകടനത്തിൽ ആരാധകർ നിരാശരാണെങ്കിലും വരുന്ന മത്സരങ്ങളിലൂടെ ശക്തമായി തിരിച്ചുവരവ് നടത്താൻ ഹർദിക്കിനും സംഘത്തിനും സാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ നമുക്ക് കണ്ടറിയാം.